ഒരു പൊതുലക്ഷ്യം സാധ്യമാകാൻ വേണ്ടി വ്യക്തികളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ സഹകരണ സംഘങ്ങൾ. നമുക്ക് സഹകരണ സംഘങ്ങളുടെ ഡെഫിനിഷൻ വളരെ ലളിതമായി ഇങ്ങനെ പറയാം. സഹകരണ സംഘങ്ങളുടെ ഡെഫിനിഷൻ പറയുക എന്നുള്ളതല്ല ഇവിടുത്തെ ഉദ്ദേശം. ഇന്ത്യയിൽ നിരവധി സഹകരണ സംഘങ്ങളുണ്ട്. പക്ഷേ ചില സഹകരണ സംഘങ്ങളെ വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നാഷണൽ ഇൻഡെക്സ് പ്രകാരം സഹകരണ സംഘങ്ങൾക്ക്, ആ സഹകരണ സംഘങ്ങളിൽ തന്നെ യുവ സംരംഭകർക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്ന ഈ 2021-2020 ഇൻഡെക്സ് തന്നെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പുനലൂരാണ്. പുനലൂരിൽ ഐക്യൂബ്സ്, അതായത് യുവ സംരംഭകരുടെ ഒരു സഹകരണ സംഘമാണ്. യുവ സംരംഭകരുടെ സഹകരണ സംഘം നിരവധിയുണ്ട്. പക്ഷേ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഡിജിറ്റൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള യാത്രയാണ്. ഇപ്പോൾ വെഡ്ഡിംഗ് പ്ലാനുകൾ തൊട്ട് വെഡ്ഡിംഗ് പ്ലാറ്റ്ഫോം, അവരുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം വെഡ്ഡിംഗ് വീഡിയോ, വെഡ്ഡിംഗ് ബ്ലോഗ്സ്, അഡ്വർടൈസ്മെൻറ്റ്, ടോക്ക് ഷോ, ഷോർട്ട് ഫിലിം, ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ്, LED വോൾ, ലൈവ് സ്ട്രീമിംഗ്, ഇൻ്റർവ്യൂ, ബർത്ത്ഡേ ഫംഗ്ഷൻ, അങ്ങനെ നിരവധിയായ പ്ലാറ്റ്ഫോമുകളിലൂടെ പോവാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മറ്റ് സഹകരണ സംഘങ്ങളിൽ നിന്ന് ഐക്യൂബ്സ് ആർട്ടിസ്റ്റുകളുടെ, മുഴുവൻ സമയ ആർട്ടിസ്റ്റുകളുടെ ഈ പ്ലാറ്റ്ഫോമിനെ വ്യത്യസ്തമാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. മാധ്യമ പ്രവർത്തന മേഖലയിൽ 13 വർഷത്തിലധികമായി കണ്ടന്റ് റൈറ്റർ, ക്രിയേറ്റീവ് ഹെഡ് ഒക്കെയായി വർക്ക് ചെയ്തിരുന്ന മുഹമ്മദ് ഷാഫി, പുനലൂരുകാരനാണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. ഷാഫിയാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഈ ഐഡിയ, ശരിക്കും ഈ ഒരു തോട്ട് പ്രോസസ്സ് വന്നത് ഷാഫിയിൽ നിന്നാണ്. നമുക്ക് ഷാഫിയോട് തന്നെ ചോദിക്കാം, എന്താണ് ഐക്യൂബ്സിൻ്റെ പ്രവർത്തനമെന്ന്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ അരുൺ VS പറഞ്ഞതുപോലെ ഐക്യൂബ്സ് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വീഡിയോ, ഓഡിയോ, പ്രിൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഈ ഒരു സഹകരണ മേഖലയിൽ തുടക്കം കുറിക്കാൻ പോകുന്നത്. 2021 സെപ്റ്റംബർ 6 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സഹകരണ സംഘം ഉദ്ഘാടനം ചെയ്തത്. അന്ന് നമ്മുടെ മാത്രമല്ല, കേരളത്തിൽ 25 സഹകരണ സംഘങ്ങളാണ് അന്ന് നിലവിൽ വന്നത്. അത് യുവാക്കൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള സംഘങ്ങളാണ്. 2017 എൻ്റെ ഒരു ആശയമായിരുന്നു ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2017 തന്നെ ഞാൻ സഹകരണ മേഖലയിലേക്ക് ഈ പ്രോജക്റ്റ് ആദ്യം സമർപ്പിച്ചിരുന്നു. പക്ഷേ എന്തൊക്കെയോ കുറേ കാരണങ്ങൾ കൊണ്ട് ഇതെനിക്ക് താത്തു വയ്ക്കേണ്ടി വന്നു. പിന്നെ 4 വർഷങ്ങൾക്കിപ്പുറം സർക്കാർ ഇങ്ങനെയൊരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ബേസിക്കലി പഠിച്ചത് BCom കോർപ്പറേഷൻ ആയിരുന്നു. അത് 12 വർഷത്തിന് മുമ്പേ അവസാനിപ്പിച്ചിട്ടാണ് ജേർണലിസത്തിലേക്കും PR-ലേക്കും തിരിഞ്ഞത്, അഡ്വർടൈസ്മെൻറ്റിലേക്കും തിരിഞ്ഞത്. പിന്നീട് വീണ്ടും എനിക്കിപ്പോൾ ഈ 2021 കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഈ കോർപ്പറേഷനും ജേർണലിസവും PR-ഉം അഡ്വർടൈസ്മെൻറ്റും ഒരുമിച്ച് ചേർത്ത് സഹകരണ മേഖലയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമായി കരുതുകയാണ്. അപ്പോൾ അതിനോടൊപ്പം എൻ്റെ ഒരു ആശയം അത് സാക്ഷാത്കരിക്കുവാൻ എന്നോടൊപ്പം നിന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. ഇങ്ങനെയുള്ള കുറേ ചെറുപ്പക്കാർ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഐക്യൂബ്സ് എന്തുവാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. അവരുടെ മുന്നിലേക്ക് എന്താണ് ഐക്യൂബ്സ് എന്ന് ആദ്യമേ ഒന്ന് പറയാം. ആർട്ടിസ്റ്റ് വെൽഫെയർ യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം. അതായത് പരമ്പരാഗത സഹകരണ സംഘങ്ങളിൽ നിന്ന് മാറി നൂതന ആശയങ്ങളിലൂടെയാണ് ഇതിൻ്റെ ഒരു സഞ്ചാരം. അതായത് പരമ്പരാഗത സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് ഫെസിലിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ലോണ്, ക്യാഷ് ക്രെഡിറ്റ്, ഡെപ്പോസിറ്റ്, MDS ഒക്കെയായിരുന്നു. പക്ഷേ ഈ യുവ സഹകരണ സംഘങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റും ഷെയറും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ 25 ആദ്യം ഫോം ചെയ്തു, ഇപ്പം നിലവിൽ 30 അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഐക്യൂബ്സിൻ്റെ പ്രവർത്തനമുള്ളത്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ മേഖലയിൽ, വീഡിയോ, ഓഡിയോ, പ്രിൻ്റ് പ്രൊഡക്ഷൻ മേഖലയിൽ ഇങ്ങനെയൊരു സഹകരണ സംഘം ആരംഭിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ, അതായത് ഇവിടുത്തെ ഓഫീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ക്രിയേറ്റീവായിട്ടാണ് ഇതിൻ്റെ ഓരോ ഐറ്റങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഓഫീസ് നിലനിൽക്കുന്നത് തന്നെ
പുനലൂർ MLA റോഡിന് സൈഡിലായിട്ട് ഐക്കൂപ്സ് ജംഗ്ഷൻ, അവിടെയാണ് ഈ ഓഫീസ് നിലനിൽക്കുന്നത്. അത് നമ്മുടെ റെയിൽവേയിലെ ജംഗ്ഷൻ ബോർഡുകൾ തയ്യാറാക്കിയിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാബിനുകൾ അത് നമ്മുടെ ഒരു ലോറിയുടെ മോഡലിലാണ് ഇതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ക്യാബിൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെക്രട്ടറിയുടെ ക്യാബിൻ ഒരു ജീപ്പിൻ്റെ മോഡൽ, എഡിറ്റർ ഇരിക്കുന്നത് ഒരു സ്കൂട്ടറിന് പുറത്താണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓരോ ഡിസൈനിങ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ചെറിയ ഐക്കൂപ്സിൻ്റെ ചെറിയൊരു സ്ഥലത്ത് തന്നെ ഒരു മിനി സ്റ്റുഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ക്രോമ സ്റ്റുഡിയോയാണ്. അവിടെ പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ പരസ്യങ്ങൾ ഷൂട്ട് ചെയ്യാനും ഇൻഡോറായിട്ട് ഷൂട്ട് ചെയ്യാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി ആരംഭിച്ച ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അതിൻ്റെ എല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഐക്കൂപ്സിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഐക്കൂപ്സ് എന്താണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടും ഈ ഓഫീസ് കാണുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരും ദിവസങ്ങളിൽ ഓഫീസ് ഒന്ന് കാണുവാനൊക്കെയുള്ള അവസരമുണ്ട്. സെൽഫി പോയിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനലൂരാണ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തന മേഖല വളരെ വിപുലമായി തന്നെയാണ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ആ ഒരു രീതിയിലൂടെ കുറച്ച് യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും ഈ ഒരു സൊസൈറ്റിയുടെ പ്രത്യേകതയാണ്. അത് ഈ വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ, PR, ജേർണലിസ്റ്റ്, എഴുതുന്ന ആൾക്കാർ, റൈറ്റർ, അതേപോലെ തന്നെ സബ് എഡിറ്റർ, അങ്ങനെ ഒരുപാട് തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഇതിൻ്റെ ഷെയർ ഹോൾഡറായി മാറുന്നത്. മുഴുവൻ സമയ പ്രൊഫഷണലുകളായിട്ടുള്ള ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നവരുമാണ് ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുന്നത്. അവർക്ക് അതിൻ്റെ വരുമാനം, ഡിവിഡൻറ്റ്, അതുപോലെ തന്നെ ഇവർക്കുള്ളൊരു പേയ്മെൻറ്റ്, ഇതെല്ലാമാണ് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. എല്ലാവിധ സപ്പോർട്ടോടും കൂടി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നമ്മളോടൊപ്പമുണ്ട്. അതോടൊപ്പം സഹകരണ സംഘം രജിസ്ട്രാർ PV നൂഹ്, സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആൻ്റണി, അതുപോലെ തന്നെ ഈ സഹകരണ വകുപ്പിൻ്റെ PRO ആയിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീ വിജയകുമാർ, അതുപോലെ തന്നെ പുനലൂർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ മധു, അതുപോലെ കൊല്ലം ജോയിൻറ്റ് രജിസ്ട്രാർ, അദ്ദേഹം 2 മാസമായി ചാർജ് എടുത്തിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അദ്ദേഹവും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഈ സഹകരണ മേഖലയിലെ സഹകാരികളായിട്ടുള്ള മറ്റ് സഹകരണ സംഘങ്ങളിലെ സഹകാരികളായിട്ടുള്ളവരെല്ലാം ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് വന്ന ഞങ്ങളെയും കൂടെ നിങ്ങളോടൊപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. പേരും വ്യത്യസ്തമാണല്ലോ. ഐക്കൂപ്സ്, AYCOOPS, ആർട്ടിസ്റ്റ് യൂത്ത് കോഓപ്പറേറ്റീവ് വെൽഫെയർ സൊസൈറ്റി. ഇത് രജിസ്റ്റർ നമ്പർ Q1713. നമ്പറും രസമാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഒരു റെഫറൻസ് ബുക്ക് പോലെ വരുന്ന തലമുറയ്ക്ക് ഇത് സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. എങ്ങനെ എന്തു ചെയ്യണം എന്നതിൻ്റെ ആദ്യ ദിശാ സൂചിക കൂടിയാണ്, ആദ്യ മാർഗദർശി കൂടിയായി മാറും എന്നതാണ് ഈ ഐക്കൂപ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനെ പറഞ്ഞൊരു വെറൈറ്റി തോട്ട് പ്രോസസ് ആയിരുന്നു എന്ന്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ അനവധി സഹകരണ സംഘങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ മോഡലിൽ, ഈ മാതൃകയിലുള്ള ആദ്യത്തെ സഹകരണ സംഘമാണ് ഐക്കൂപ്സ് എന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ ഉള്ള പ്രവർത്തനങ്ങളായിരിക്കും സ്വാഭാവികമായും ഇനി വരുന്ന നാളുകളിലും ഐക്കൂപ്സിൽ നിന്നുണ്ടാവുക. ബൈ.